ഈ പുഷ് റോഡ് നമ്മുടെ ഈ പുഷ് റോഡ് ഇത് ചിടിയെ വന്നിട്ട് ഇതിൻ്റെ താക്ക് കേട്ടോ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് നമുക്കിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അനങ്ങണം എന്നുണ്ടെങ്കിൽ താഴ്പോട്ടത്ത് വരയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നോക്കണം. നമസ്കാരം, AK റൈഡറാണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെഡിൻ്റെ ഇവിടുന്ന് ലീക്കുണ്ട്, റോക്കർ കവറിൻ്റെ അവിടെ നിന്ന് ലീക്ക് വരുന്നുണ്ട്. ഇതിന് 5-ാം നമ്പർ LK ആണ് വരുന്നത്. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് 5-ാം നമ്പർ LK ആണ് വരുന്നത്. പിന്നെ ഇത് മാഗ്നറ്റ് കവറാണിത്. പിന്നെ ഇത് 2 പുള്ളി വരും കേട്ടോ. അതൊന്ന് എക്സോക്സും ഒന്ന് ഇൻലെറ്റുമാണ് വരുന്നത്. ഇതിൽ പ്ലേ ഉണ്ടെങ്കിൽ ഈ ടാപ്പിറ്റ് നോയ്സ് വരുന്നത് 2 കാരണത്താൽ വരാൻ പറ്റും. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇൻലെറ്റ് വീലും ഇത് എക്സോക്സ് വീലാണ്. ഇതിന് പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് വരും. പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ തീർത്ത് ഇടണം. അപ്പോൾ ഇതിൽ പ്ലേ ഇല്ല. മാഗ്നറ്റ് കവർ ഇളക്കി ഇത് നമുക്ക് 5-ാം നമ്പർ LK ആണ് ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത്. ഈ പ്ലേറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൻ്റെ കണക്കിന് ഈ വീല് വയ്ക്കേണ്ടതുണ്ട് കേട്ടോ. ഈ വരുന്ന ഷാഫ്റ്റിൻ്റെ നേരെ ഈ ഭാഗത്തായിട്ട് 2 ഡോട്ട് വരും കേട്ടോ. അപ്പോൾ അത് കണക്കായിട്ട് വയ്ക്കുക. പിന്നെ ഇതിലൊരു ഡോട്ടും വരും, ഇവിടെ ഒരു ഡോട്ടും വരും, എക്സോസിൽ ഒരു ഡോട്ട് വരും ഈ വീലിൽ. അപ്പോൾ ഇത് 2 സെയിമായിട്ട് വയ്ക്കുക കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഞാൻ വ്യക്തമായി പറയാം. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റോക്കറിൽ പ്ലേ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലീക്കും മാറ്റണം കേട്ടോ. ഈ വീഡിയോ അതാണ്. റോക്കറിന് പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ വണ്ടിയിൽ അഡ്ജസ്റ്റ് ഇല്ല കേട്ടോ. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. പഴയ വണ്ടിക്കാണെങ്കിൽ നമുക്ക് നെറ്റ് ഉണ്ട്, അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക്ക് ടേപ്പിറ്റ് മാറ്റേണ്ടി വരും കേട്ടോ. ഇവിടെ ഹൈഡ്രോളിക്ക് ഉണ്ട്, ഈ ഭാഗത്തെടുത്തുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഹൈഡ്രോളിക് ഇതിൻ്റെ അടിയിൽ കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വ്യക്തമായി പറയാം. ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഓയിൽ ലീക്ക് മാറ്റുക. അതിനകത്തുള്ള റബ്ബർ വീഡിങ് ഉണ്ട്, ഇത് 2ലും റബ്ബർ 2 വീഡിങ് മാറ്റുക. ഇതിൻ്റെ ഈ ഓയിൽ സീൽ, ഈ ബോൾട്ടിൻ്റെ രണ്ടുണ്ട്. ഈ ഓയിൽ സീൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കൂടെ ലീക്കുണ്ട്, ഈ ഭാഗത്തൂടെ ലീക്കുണ്ട്, ഈ ഭാഗത്തൂടെ. ഇതാണ് അതിൻ്റെ ബോൾട്ട്. നമ്മൾ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ വീഡിങ് മാറ്റി കൊടുക്കുക. നമ്മുടെ ഈ നെറ്റിൻ്റെ ഈ വാഷറും മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് 5-ൻ്റെ LK ആണ്. ഇതിനെ ഇളക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ ഇളകി വരും. ഇളവാൻ പാടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇവിടെ ഇളക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വെച്ച് 2 തട്ട് അടി ചുറ്റിയിലിട്ട് 2 തട്ട് ചുറ്റിയിലിട്ട് തട്ടുമ്പോൾ ഇവിടെ കൊള്ളരുത്. എന്തെങ്കിലും സ്റ്റേ വെച്ചതിന് ശേഷം 2 തട്ട് കെട്ടിക്കഴിഞ്ഞാൽ മതി. ഇത് ഫ്രീ ആയിട്ട് ഇളകി വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് LK പിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ ത്രെഡ് പോവും, LKയുടെ ഇത് നമ്മുടെ അത് പോവും. അങ്ങനെയുള്ള ചെറിയ വിഷയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യമായിട്ട് ഇളക്കുന്നവർ ശ്രദ്ധിച്ചിളക്കുക. ഇവിടെ ഇതിവിടെ വെച്ച് 2 തട്ട് ഇങ്ങനെ തട്ടിയതിന് ശേഷം മാത്രം LK പിടിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റോക്കർ കവറിൻ്റെ 4 ബോൾട്ടും ഇളക്കിയിട്ടുണ്ട്. ഈ 3 ബോൾട്ടും സെയിമാണ് കേട്ടോ. ഇവിടെ വന്നത് ഇതും സെയിമാണ്. ഈ ബോൾട്ട് ഇവിടെ വരുന്ന ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ വരുന്ന ബോൾട്ട് ഒന്ന് വലുതാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ആ ബോൾട്ട് വരുന്നത്. ഇതാണ് വലുത് കേട്ടോ. ഇത് ഈ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. ഇവിടെ വരുന്നതാണ് ഈ ബോൾട്ട് വലുതാണ് കേട്ടോ. അത് ഇത്രയും വലുതാണ്. ബാക്കി 3ഉം സെയിം ബോൾട്ടാണ്. ഈ സെയിം ബോൾട്ട് ഇവിടെ വരുന്നതാണ്. ഈ 3 അടത്തും വരുന്നത് സെയിം ബോൾട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് ഇത് ഇളക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് വലിയ ബോൾട്ടും ഇത് 3 സെയിം. ഇത് നമുക്ക് മാറി എങ്ങനെ വേണോ ഇടാം. ഈ 3 അത് മാത്രം ആ വലിയ ബോൾട്ട് തന്നെ അവിടെ ഇടണം. ഓക്കെ. പ്ലഗ് ഉരിയെടുക്കുക. ഉരിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ റോക്കർ കവർ ഇളക്കണം. ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇതിന് റബ്ബറിൻ്റെ സീല് വരും. റബ്ബറിൻ്റെ സീൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ലീക്ക് വരുമ്പോഴത്തേക്ക് ഈ റബ്ബറിൻ്റെ സീല് മാറിക്കൊടുക്കുക. ഇത് ഹാർഡാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ലീക്ക് വരും. ലീക്ക് വന്നു കഴിഞ്ഞാൽ
ലീക്ക് വന്നാൽ ആകെ വൃത്തികേടുമാണ്. പിന്നെ നമ്മുടെ പ്ലഗിനകത്തൊക്കെ ഓയിൽ പോകാനും സാധ്യതയുണ്ട് കൂടുതൽ. അതുകൊണ്ട് ഇതിൻ്റെ ലീക്ക് മാറാൻ ഇത് മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് കവറൊന്ന് ബഫും ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. മറ്റതും കൂടെ എടുക്കാം. ഇതാണ് ഈ റോക്കർ കവറിൻ്റെ കണ്ടീഷൻ. ഇത് നമ്മൾ ബഫ് ചെയ്തിട്ട് ഇതേപോലെ എടുത്ത് നമ്മൾ കാണിക്കുക എങ്ങനെ ഇരിക്കണം എന്നുള്ളത് കേട്ടോ, നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിന് പ്ലേ ഉണ്ടോയെന്ന് നോക്കുക. റോക്കറിന് പ്ലേ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് കംപ്ലൈൻ്റ് ആണെന്നുള്ളതാണ് ഈ റോക്കറിന് പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അത് ഞാൻ കാണിക്കാം. സ്ക്രൂ ഡ്രൈവർ ഇട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൈഡ്രോളിക് കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേക്കാണ് ഇത് ഹൈഡ്രോളിക് ഇങ്ങനെ പ്രസ്സാകുമ്പോഴത്തേക്കാണ് ഇത് അങ്ങ് താരുന്നത് കേട്ടോ. റോക്കറിൻ്റെ ഈ ചിടിയെന്ന് പറയും, ഇത് അങ്ങ് താരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. നമ്മുടെ ഇത് ഇങ്ങനെ ഇവിടെ കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അനങ്ങണമെന്നുള്ളത് നോക്കണം. ഇവിടെ താഴെയും മുകളിലും പോകണമെന്ന് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് താഴണം. താഴുമ്പോഴത്തേക്ക് ഹൈഡ്രോളിക്കിന് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ റാഡ് താരും. ഈ ചിടിയെ വന്നിട്ട് ഇതിൻ്റെ താക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് നമുക്കിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അനങ്ങണം എന്നുണ്ടെങ്കിൽ താഴ്പോട്ടത്ത് വരയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നോക്കണം. അങ്ങനെ രണ്ടും നോക്കണം കേട്ടോ. പുറത്ത് കേട്ടോ. ഇതിനൊരു ചെറിയ ഒരു അനക്കമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ചെറിയതായിട്ട് അത് വിഷയമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇത് ഇളക്കാതെ തന്നെ ഹൈഡ്രോളിക്കിന് വിഷയമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിളക്കാതെ തന്നെ നമുക്കറിയാം. പിന്നെ ഇതിനും കുഴപ്പമില്ല, വീണ്ടും സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെഡ് ഇളക്കുക. ഹെഡ് ഇളക്കിയിട്ട് വാൽവ് ഗൈഡ് പോയിട്ടുണ്ടോ എന്ന് ഇളക്കി നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് ഹെഡ് ഇളക്കുമ്പോഴത്തേക്ക് വാൽവ് ഗൈഡ് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ വാൽവ് ഗൈഡിനും വാൽവിനും വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടുകിടാന്നുള്ള ടിക് ടിക് എന്നുള്ളൊരു സൗണ്ട് വരും കേട്ടോ. അത് നമുക്ക് നോക്കേണ്ടിയുണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടെ പറയാം. വേറെ നമുക്ക് ഇവിടെ ഇതിനകത്തൊരു ഈ സൈലൻസറിനകത്ത് നമ്മുടെ ബെൻഡ് പൈപ്പിനകത്ത് ചെറുതായിട്ട് നമ്മൾ ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെൻഡ് വന്ന് ഇങ്ങോട്ട് കയറുന്നിടത്ത് ചെറിയതായിട്ട് ലൂസാണെങ്കിൽ പോലും ഇവിടുന്ന് ഈ കിടിക്കിടി എന്നുള്ള സൗണ്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഹൈഡ്രോളിക്കാണ് സൗണ്ട് എന്നുള്ളത്. സൗണ്ട് കേൾക്കുമ്പോൾ ഹൈഡ്രോളിക്കിനാണ് സൗണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന മുമ്പേ ഇത് ഇത്രയും നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ കോപ്പറിൻ്റെ ഒരു വാഷർ വരും, റിങ്ങി വരും ഇതിനകത്ത് കേട്ടോ. കോപ്പറിൻ്റെ ഒരു റിങ്ങി ഇതിനകത്ത് വരും. അതുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ, ചപ്പല വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇതിൻ്റെ ഇടയിൽ കൂടെ എയർ പോകുമ്പോൾ ഈ കിടുകിടുകിടുകിടാന്നുള്ള സൗണ്ട് ഇവിടെ കൂടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ എക്സോസ്റ്റ് വീലിനും ഇൻലെറ്റ് വീലിനും പ്ലേ ഉണ്ടെങ്കിൽ എങ്ങനെ തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഹൈഡ്രോളിക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു വണ്ടിയുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് അത് നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിനെ കവർ ബഫിങ് ചെയ്ത് ഈ വണ്ടി നാളെ മറ്റന്നാളെ കൊടുത്തു വിടേണ്ടിയുണ്ട്. അപ്പോൾ ഇതും കൂടെ ബഫ് ചെയ്താൽ എഞ്ചിൻ കവർ നമ്മളിപ്പം ബഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ബഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലീക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഏകദേശം ടാങ്കും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറാണ് കേട്ടോ. ഇതിലെല്ലാം വർക്കും നമ്മൾ ചെയ്ത വർക്കെല്ലാം നമുക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയറും കൂടെ ഒന്ന് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ കൂടെ ചെയ്യണേ. നമ്മൾ റോക്കർ കവർ നന്നായിട്ട് ബഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബഫ് ചെയ്ത് വയ്ക്കണം. ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടും കേട്ടോ. നേരത്തെ ഇരുന്നത് കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ബഫ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ ബോൾട്ടിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ബഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് റബ്ബർ ബീഡിങ് ഉണ്ട്. അത് നമ്മൾ പുതിയതാണ് വാങ്ങിച്ചത്. ഒരു ഓറിന് വരുമല്ലോ, ഇതിൻ്റെ ഓറിനും പുതിയതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബീഡിങ്ങും പുതിയതാണ് വാങ്ങിച്ചത്. അത് കാണിക്കും. രണ്ടെണ്ണം വരും കേട്ടോ. ഇതിൻ്റെ വില 98 രൂപയുള്ളൂ. 98 രൂപയാണ് കേട്ടോ. പാർട്ട് നമ്പർ 888297 ആണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. ഇതിന് 98 രൂപ, 98 രൂപ. ഇത് ലീക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ
ലീക്ക് വരുമ്പോൾ പുതിയത് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു ഗ്രൂ ഉണ്ട്, ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് ഇറക്കി ഇടണം. അപ്പം നേരത്തെ ചെറിയ ഒരു ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പേരിന് ഒരു ശകല അനാപമുണ്ട് കേട്ടോ. പേരിന് ഇത് അങ്ങനെ തേക്കാറില്ല ഇതിൽ, പക്ഷേ നേരത്തെ നമ്മൾ ലീക്ക് വന്ന പ്രശ്നം കൊണ്ടാണ് നമ്മൾ കണ്ടല്ലോ, അത് അതിൻ്റെ കണ്ടീഷന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ട്, പിന്നെ ഇത് ലീക്ക് വരില്ല എന്നുള്ളത് ഉറപ്പ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ ശകല. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാകും. പിന്നെ ഇനി നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ ലീക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് പാടായിരിക്കും. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പോകും, എറണാകുളത്ത് പോവുകയാണ് വണ്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇത്രയും നമ്മൾ ലോങ് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണിയെ ബാധിക്കുന്ന പ്രശ്നം. അപ്പോൾ എന്തിനും ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ്. ഇതിനെ വയ്ക്കാം, ചെറുതായിട്ട് അനാകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം കേട്ടോ. ഇതിനകത്ത് 2 ഡൗലുണ്ട്. ഈ ഡൗല് മാറിപ്പോകില്ല കേട്ടോ. ഇത് ഉറപ്പ് വരുത്തണം ഇതുണ്ടോ എന്നുള്ളത്. ഇവിടെയുണ്ട്, ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഈ ഡൗല് ഇവിടെ കയറണം. തേട്ടിളക്കുമ്പോൾ ചെറിയ പാട് വരും. കറക്റ്റ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും എടുക്കുക. ഇപ്പോൾ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിന് സീറ്റിംഗ് ആയിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ലീക്ക് വരും. ഈ റബ്ബറിന് കുറച്ച് കണ്ടോ, ഇങ്ങനെ തന്നെ കയറ്റി തന്നെ ഇടണം കേട്ടോ. ഇങ്ങനെ കയറ്റിയിട്ട് ഉറപ്പ് വരുത്തണം ഇത് കംപ്ലീറ്റ് അകത്തായോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ മടങ്ങി ഇതിൻ്റെ സൈഡ് മടങ്ങി ഇരുന്നാൽ പിന്നെ അത് നമുക്ക് വീണ്ടും ഓയിൽ ലീക്കാവും. ചെയ്യുമ്പോൾ അങ്ങനെ ക്ലിയറായിട്ട് ചെയ്തു പോകണം. നമ്മൾ ഹെഡിൻ്റെ അകമൊക്കെ അതാ കണ്ടല്ലോ, എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ എല്ലാം തുടച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്തു. ഒരു ശകലം പോലും ഓയിലിൻ്റെ ഒരു അംശം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഓയിലിന് വേറെ ഇതിന് സൗണ്ടൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓയിൽ പ്രഷർ മേളിൽ വരണമെന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ഓയിൽ പ്രഷർ മേളിൽ വരണമുണ്ട് കേട്ടോ. നമുക്കിത് മാത്രം ലീക്കായതുകൊണ്ടാണ് ഇത് നമ്മൾ മാറ്റുന്നത്. ഡോല് നേരെ കയറണം കണ്ടോ ഇല്ലേ. അത് കറക്റ്റായി കയറിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് കയറിയിട്ടുണ്ട്. 5-ൻ്റെ എല്ലെങ്കിയാണേ. ഇതുപോലെ ഇതിന് വാഷർ വരും, കാണിക്കാം. 4 വാഷറുണ്ട്. ഒന്ന് വലുത് വരും, ബാക്കിയെല്ലാം ചെറുതുമാണ്. ഈ വലുത് വരുന്നത് നമ്മൾ നേരത്തെ ഇളക്കിയപ്പം പറഞ്ഞായിരുന്നല്ലോ. ഇനി ഒന്നും കൂടെ വരും, 4 എണ്ണം വരും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 143 രൂപയാണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ KLH00009/A കേട്ടോ. നമുക്ക് വലുത് വരുന്നത് ഈ ബോൾട്ടിൽ കൊടുക്കാനാണ്. വലിയ ബോൾട്ടുണ്ടല്ലോ, അപ്പുറ സൈഡിൽ ഒരു വലിയ ബോൾട്ട് വരും. പിന്നെ നമുക്കിതിനെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് പുറത്ത് വിടാം. എന്നിട്ട് ഇവിടെയാണ് വലിയ ബോൾട്ട് വരുന്നത് കേട്ടോ.
2 ബോൾട്ടും കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് കൊള്ളിച്ച് വയ്ക്കുക. അത് കഴിച്ചിട്ട് ഇതിലേത് ബോൾട്ടായിരുന്നാലും കുഴപ്പമില്ല. ചെറിയ ബോൾട്ടാണ് ഇപ്പുറത്ത് വരുന്നത്, അതിനെ അപേക്ഷിച്ച് ചെറുതാണ് കേട്ടോ. വാഷറും ഇതിനകത്ത് നമ്മളിട്ട വാഷറും കുറച്ച് കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഈ വാഷറിൻ്റെ അകത്തൂടെയും സൈഡിൽ കൂടെയും ലീക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുതിയ വാഷർ തന്നെ മാറ്റിയത്. പഴയ വാഷർ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് ഇട്ടതും അതുകൊണ്ടാണ്. നല്ല ടൈറ്റ് വേണം കേട്ടോ. മതിയാവും. അതേപോലെ അപ്പുറ സൈഡിലും ടൈറ്റ് ചെയ്യാം. കാണിക്കാം. അടുത്തൊരു വണ്ടിയുടെ പണി നമ്മൾ ഉടനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അതിൽ ടാപ്പിറ്റ് നോയ്സാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിലേക്ക് ചേഞ്ച് ചെയ്യണം. ഹെഡ് ഇളക്കിയിട്ട് നമ്മളെ പിസ്റ്റ ഇളക്കണം. പിസ്റ്റ ഇളക്കിയതിന് ശേഷമാണ് ഹൈഡ്രോളിലേക്ക് നമുക്ക് മാറ്റാനുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് അതായിട്ട് കാണിക്കാം. നമ്മളെ ചാനലിൽ ഇതുവരെയ്ക്ക് ആ വീഡിയോ വന്നിട്ടില്ല. അടുത്ത വീഡിയോ നമ്മൾ ആ വണ്ടി വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കടുത്ത കാണിക്കാം ആ വീഡിയോയിൽ. അതുപോലെ തന്നെ ഈ റോക്കർ കവറും നെറ്റിട്ട് മുറിക്കാൻ മതിയാവും. മോട്ടറിൻ്റെതാണ് ഈ വരുന്നത്, ഈ കപ്പ്. അപ്പോൾ അതിൻ്റെ കവറാണിത്. ഇതിൽ നമുക്ക് മോട്ടറില്ലെങ്കിൽ പോലും ഇത് അഡ്വാൻസ് ആയിട്ട് അവരൊന്ന് അയച്ചു തന്നിട്ടുണ്ട്. ഇതിൽ അനാബോണ്ട് നമ്മൾ പുരട്ടുക, അത് കറക്റ്റായിട്ട് ഇതിലിവിടെ ഇങ്ങനെ വയ്ക്കുക. എന്ന് വെച്ചാൽ ലീക്ക് വരും കേട്ടോ. ഇത് 5ൻ്റെ LK ആണ് ഇത് നെറ്റ്. അനാബോണ്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇവിടെ പുരട്ടിയിട്ട് ഇത് 4 ബോൾട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഒരു ചെറിയ ബോൾട്ടും വരും, അത് ഇവിടെയാണ് വരുന്നത്, താഴെയാണ്. താഴെ ഇത് കൊടുക്കുക, കാണാമല്ലോ. ഈ ക്ലച്ച് കവർ നമ്മൾ വഫിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കവർ ഒന്നിച്ച് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൊള്ളിച്ച് നിർത്താം. നല്ല ടൈറ്റ് വേണം ഇതിന്. ഒരു ബോൾട്ട് ഇവിടെ വരും. ഇതും ബഫ് ചെയ്ത് വേണം നമ്മൾ കേട്ടോ. ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടെ അങ്ങ് ചെയ്തു പോകണമല്ലോ, അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും. ഇത് 3 സെയിം ബോൾട്ടാണ് കേട്ടോ. ഇതൊന്ന് ചെറുതാണ്. ഇതിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ടൈറ്റ് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാണ്. നമുക്ക് രണ്ടാമത് ഒന്നേന്ന് നമുക്ക് ഇളക്കി ചെയ്യേണ്ടി വരും. ഇതിൽ അനാബോണ്ട് പുരട്ടിക്കഴിഞ്ഞാൽ മതി. വേറെ ഇതിനകത്ത് ഓറിനൊന്നും വരുന്നില്ല, വാഷർ വരുന്നില്ല, ബീഡിങ്ങും ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു പോയാൽ നമ്മൾ അപ്ഡേറ്റായിട്ട് ഇടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് എത്താൻ കഴിയും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.